മഹാനായ അബുൽ ഹസൻ ഷാദുലി തങ്ങൾ ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ നീ ഒരു കാര്യം ചെയ്യുക, ഏത് സമയത്ത് എവിടെ വെച്ച് മരിക്കുമ്പോഴും ആഖിബത്ത് നന്നായി നിനക്ക് മരിക്കണം. ഞാൻ പറഞ്ഞ കാര്യം നീ ശ്രദ്ധിച്ചോ, 2 കാര്യം. ഒന്ന്, ഏത് സമയത്ത് എവിടെ വെച്ച് വാങ്ക് വിളിക്കുമ്പോഴും ആ വാങ്ക് വിളിച്ച ഉടനെ നീ നിസ്കരിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞതെങ്കിൽ നമ്മിൽ പല ആളുകൾക്കും അത് സാധിക്കുകയില്ലായിരുന്നു. കാരണം ഉസ്താദെ നടക്കുന്ന കാര്യമല്ല. അതല്ല സഹോദര, ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, ഏത് സമയത്ത് എവിടെ വെച്ച് നീ വാങ്ക് വിളിക്കുന്നത് കേട്ടാലും ആ വാങ്ക് വിളിക്ക് ശരിക്ക് നീ അതപോടെ ബഹുമാനത്തോടെ ഇജാബത്ത് ചെയ്തോ. വാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കരുത്, വാങ്ക് വിളിക്കുന്ന സമയത്ത് വേറൊരു കാര്യവും നീ ചെയ്യരുത്, വാങ്ക് വിളിക്കുന്ന സമയത്ത് നിസ്കരിക്കരുത്, വാങ്ക് വിളിക്കുന്ന സമയത്ത് നീ വുളു ചെയ്യാൻ തുടങ്ങരുത്, വാങ്ക് വിളിക്കുന്ന സമയത്ത് നീ ടോയ്ലറ്റിലേക്ക് കയറരുത്, വാങ്ക് വിളി കേൾക്കുന്ന സമയത്ത് ഖുർആൻ ഓതരുത്, വാങ്ക് വിളിക്കുന്ന സമയത്ത് വഅദ് പറയരുത്, വാങ്ക് വിളിക്കുന്ന സമയത്ത് ഒരു കാര്യവും നീ ചെയ്യരുത്. നിന്റെ സകല പരിപാടികളും നിർത്തിവെച്ചിട്ട് വാങ്കിന് ഇജാബത്ത് ചെയ്തോ. വല്ലാത്തൊരു ഉപദേശമല്ലേ. ഇന്ന് നമുക്കതൊരു പ്രശ്നമാണോ? വാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന നമുക്ക് പ്രശ്നമാണോ? മൊബൈൽ എടുത്തുകൊണ്ട് ഫോൺ ചെയ്യൽ നമുക്ക് പ്രശ്നമാണോ? ചെയ്യല്ല സഹോദരാ. ഈ വിവരമുള്ള പ്രായമുള്ള ആലിമീങ്ങളോട് ചോദിച്ചു നോക്ക്, പഴയകാലത്തെ ഉസ്താദുമാരെന്താണ് പറഞ്ഞു തന്നത്? വാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന മനുഷ്യൻ മരിക്കുമ്പോ അവന് കലിമ ചൊല്ലാൻ കഴിയില്ല, അവന്റെ നാവ് കൊഞ്ഞച്ചു പോകുമെന്ന് ഉസ്താദുമാര് പഠിപ്പിച്ചിട്ടില്ലേ? വല്ലാത്തൊരു കാലം, ഒരാൾക്കും യാതൊരു മനസ്സാക്ഷി കുത്തുമില്ല. വാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ ചെയ്യുന്നതിന്, വാങ്ക് വിളിക്കുന്ന സമയത്ത് സീരിയൽ കാണുന്നതിന്, വാങ്ക് വിളിക്കുന്ന സമയത്ത് സിനിമ കാണുന്നതിന്, വാങ്ക് വിളിക്കുന്ന സമയത്ത് യാതൊരു മടിയുമില്ലാതെ യഥേഷ്ടം ആളുകൾ അവഗണിക്കുന്നില്ലേ? ഒരു മനുഷ്യൻ ചീത്തയായി പോകുന്നതിന്റെ വലിയ അടയാളം തന്നെ. നിങ്ങൾ ഇന്നു മുതലിതാ എന്റെ ശബ്ദം കേൾക്കുന്ന ആളുകള്, ഓ സഹോദര, ഒരു വാങ്ക് വിളിക്ക് എത്ര മിനിറ്റ് വേണം? 2-3 മിനിറ്റ് കൊണ്ട് കഴിയുന്ന കാര്യമല്ലേ? അത്രയും സമയം നിനക്കൊന്ന് അച്ചടക്കത്തോടുകൂടി എന്നെ സൃഷ്ടിച്ച റബ്ബിന്റെ വചനങ്ങളാ, റബ്ബിലേക്കുള്ള വിളിയാ. ومن أحسن قولا ممن دعا إلى الله. അല്ലാഹുവിലേക്കുള്ള വിളിയാണല്ലോ കേൾക്കുന്നത്. അതിന്റെ പ്രത്യേകതകളൊക്കെ പറയാൻ ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുലി തങ്ങൾ പറഞ്ഞത്, ഏത് സമയത്ത് വാങ്ക് വിളിക്കുന്നത് കേട്ടാലും അതപോടെ ബഹുമാനത്തോടെ വളരെ വിനയത്തോടെ നിന്റെ തൊഴിലുകളൊക്കെ ഒന്ന് നിർത്തിവെച്ചിട്ട് അതിന് ഇജാബത്ത് ചെയ്തോ. സഹോദരാ സഹോദരി, ഞാൻ ഉറപ്പെടുത്തുന്നു, വാങ്ക് വിളിക്കുന്ന സമയത്ത് നീ വുദു ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സമയത്ത് നിർത്തിവെക്കേണ്ടതില്ല. വാങ്ക് വിളിക്കുന്ന സമയം നിസ്കാരത്തിലാണെങ്കിൽ നിസ്കാരം മുറിക്കേണ്ടതില്ല. വാങ്ക് വിളിക്കുന്ന സമയത്ത് നീ കക്കൂസിലാണെങ്കിൽ ഇറങ്ങിപ്പോരേണ്ടതില്ല. അതേ സമയത്ത് വാങ്ക് കേട്ടുകൊണ്ട് നീ വുദു എടുക്കാൻ തുടങ്ങരുത്. വാങ്ക് കേട്ടുകൊണ്ട് നീ കക്കൂസിലേക്ക് അങ്ങ് കടക്കരുത്. വാങ്ക് കേട്ടുകൊണ്ട് നിസ്കാരം നീ തുടങ്ങരുത്. വാങ്ക് വിളിക്കുന്ന സമയത്ത് എല്ലാം നിർത്തിവെച്ചോ. പെങ്ങളെ, അരച്ചുകൊണ്ടിരിക്കുന്ന നീ ആരൊന്ന് സ്റ്റോപ്പാക്കിക്കോ. നീ വാങ്ക് വിളിക്കുന്ന സമയത്ത് അലക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തൽക്കാലം ഒന്ന് നിർത്തിവെച്ചോ. ഇങ്ങനെ കഴിയുന്ന സർവകാര്യങ്ങളും വാങ്ക് വിളിക്കുന്ന സമയത്ത് വാങ്കിനോടുള്ള ബഹുമാനം കൊണ്ട് നിർത്തിവെച്ച് ഇജാബത്ത് ചെയ്തോ. ആഖിബത്ത് നന്നായി മരിക്കുന്നതിന്റെ അടയാളമാകുന്നു. വലിയ പണിയല്ല പേര്. ഓ, അത് നടക്കൂല സ്ഥാനം. വല്ലാത്ത ഭാഗ്യാണ്. ആളുകൾക്ക് ഇപ്പൊ യാതൊരു കുഴപ്പമില്ല. വാങ്കെടുക്കുന്ന സമയത്ത് സംസാരിക്കുന്നതിനോ യോഗം കൂടുന്നതിനോ ഫോൺ പിടിക്കുന്നതിനോ ഒരു പരിപാടിക്കും കുഴപ്പമില്ല. നല്ല നല്ല ആളുകളാണ് താനും. ചെയ്തു പോകരുത്. ആഖിബത്ത് മോശമാകുന്നതിന്റെ അടയാളമാണത്. ഈമാൻ തെറ്റി മരിച്ചു പോകുന്നതിന്റെ അടയാളമാണത്. പടച്ച റബ്ബ് കാത്ത് രക്ഷിക്കുമാറാകട്ടെ.